ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണവയാണ്. കണ്ടോ, ഈ മീനിന് ഇവിടെ പറയുന്ന പേര് കണവയെന്നാണ്. ഈ മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇന്ന് കറി വയ്ക്കാം. കണ്ടോ, അടിപൊളി ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് മീൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. തോരനെ പോലെ പുരട്ടി വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ കറി വെച്ച് ചാറായിട്ട് വയ്ക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് തോരൻ കണക്ക് പുരട്ടി വയ്ക്കാനാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോ മീനും എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ച് കട്ട് ചെയ്യാത്തൊരു പാടാണ് കേട്ടോ. അതുകൊണ്ട് കൈ വെച്ച് അരിഞ്ഞെടുക്കാം. നന്നായിട്ട് ഇതിങ്ങനെ അരിഞ്ഞെടുക്കണം. നമ്മുടെ കണവ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് അടുപ്പിലോട്ട് വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതല്ലാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ ചൂടാകുമ്പം വെള്ളം വന്ന് ഇത് വെന്തോളും. അങ്ങനെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും, ചെറിയ ഉള്ളിയാണ് ഇതിന് നല്ലത്, നല്ല സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. സവാള അരിഞ്ഞത്, അതിനകത്ത് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അതിലേക്കിട്ട് വഴട്ടിയെടുക്കണം. കുറച്ച് വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർക്കാനുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ അവിടുന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് നമ്മുടെ കണവ വേവിക്കാൻ വെച്ചത് ഒരുവിധം പകുതി മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് ഊറി വന്ന വെള്ളവും അതും കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളമുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിനി അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്ക് അത് നല്ല വറ്റി നല്ലൊരു ഗ്രേവി കുറഞ്ഞിട്ട് നല്ലൊരു ഇതായിട്ട് മാറും. കാണിച്ചു തരാം. നമ്മൾ ഇതിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരപ്പെല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ആകുമ്പോഴത്തേക്ക് ഇതൊരു പെരട്ട്. കണവ അങ്ങ് വെറും ഡ്രൈ ആയിട്ടുള്ള തോരനുമല്ല, എന്നാൽ ചാറായിട്ടുള്ള കറിയല്ല, പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ് ആവുന്നത്. അപ്പം നമുക്ക് ചോറിനകത്ത് പെരട്ടി കഴിക്കാനൊക്കെ നല്ല സ്വാദാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അടിപൊളി മണം വരുന്നുണ്ട്. കുരുമുളകൊക്കെ ഇതിൻ്റെ പ്രത്യേക ഒരു ഇതാണ്. കുരുമുളകൊക്കെ ഇതിൽ നന്നായിട്ട് ചേർക്കണം. അങ്ങനെ നല്ലതുപോലെ പെരണ്ട് വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം കൂടെ അതവിടെ അടച്ച് വയ്ക്കണം. അപ്പം നമുക്കത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ കണവ തോരൻ റെഡിയായി. തോരനല്ല, കണവ പുറത്ത് കറി റെഡിയായി. അപ്പം നമ്മൾ ഈ ഓഫ് ചെയ്യുവാണ്. ഇതാണ് കണവ പുറത്ത് കറി. ഉണ്ടോ, ഈ പാകത്തിനാണ് എടുക്കുന്നത്. ചോറിനോട് ഇളക്കി തിന്നാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരട്ട് കറി ഇങ്ങനെ റെഡിയായി. പെരട്ട് കറി നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വേണം ഇരിക്കാൻ. തോരനും ആവരുത്, ചാറും ആവരുത്. അപ്പോൾ നമ്മുടെ പെരട്ട് കറി റെഡിയായി. കണവ പെരട്ട് കറിയാണ് ഞാൻ തയ്യാറാക്കിയത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ കണവ പെരട്ട് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ കറി ഉപയോഗിച്ച് ചോറ് കഴിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കൂ.